ഹലോ കൂട്ടുകാരെ, അപ്പം നമുക്ക് നല്ല സൂപ്പർ പോർക്ക് റോസ്റ്റ് റെസിപ്പി ആയാലോ. നമുക്ക് നല്ല ഇടിയപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെ ഒക്കെ കഴിക്കാൻ പറ്റും നല്ല സൂപ്പർ പോർക്ക് റോസ്റ്റ്. ആദ്യം നമുക്ക് നല്ല മഞ്ഞപ്പൊടി ഇട്ട് കഴുകി നല്ല സൂപ്പർ ഫ്രഷ് പോർക്ക് കഴുകി എടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ആവശ്യം 3 സവാള, 2 തക്കാളി, കുറച്ച് ചെറിയ ഉള്ളിയാണ് നമുക്ക് ആവശ്യം. അത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് കൂടുതൽ വെളുത്തുള്ളി, 4 പച്ചമുളക്, ഒരു ചെറിയ ഇഞ്ചി ചതച്ച് മാറ്റി വയ്ക്കാം. നെക്സ്റ്റ് നമുക്ക് നമ്മളെ പന്നിക്കുട്ടിനെ പിടിച്ച് കുക്കറിൽ കയറ്റാം. കുറച്ച് മഞ്ഞപ്പൊടി, മുളക് പൊടി, അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി, കറിവേപ്പില, 1/4 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് നല്ല മിക്സ് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞ് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും റോസ്റ്റിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് നമുക്ക് കുക്കർ അടച്ചു വെച്ച് 2 വിസിലിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. 2 വിസിലിന് ശേഷം ഇതിൻ്റെ സ്റ്റീം ഫുള്ള് പോണവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. വെന്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്ത പരിപാടി കുക്കർ മാറ്റി വെച്ചൊരു ചെറിയ പാനിൽ 2 സ്പൂൺ മുളക് പൊടി, അതേ അളവിൽ മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് വേണം റോസ്റ്റ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. 5 മിനിറ്റ് കഴിഞ്ഞ് ഇത് ഏകദേശം ഒരു ഇതേപോലെ ആകുമ്പോൾ നമുക്ക് ഇതെടുത്ത് മാറ്റി വയ്ക്കാം. അടുത്ത് നമുക്ക് നമ്മളെ മെയിൻ കുക്കിംഗ് ചട്ടി എടുത്ത് കുക്കിംഗ് ഓയിൽ വീത്തി ഒന്ന് ചൂടായി വരുമ്പോൾ 3 വറ്റൽമുളക് ഇട്ടൊന്ന് വീത്തി ചെയ്ത് നമ്മൾ അരിഞ്ഞു വെച്ച സവാള ഇട്ട് നല്ല വയറ്റി ഇതൊരു കളർ ചേഞ്ച് ആകുമ്പോൾ അടുത്ത് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് എടുത്ത് ഇതിൽ ആഡ് ചെയ്ത് നല്ല മിക്സ് ചെയ്യുക. ഇതിന്റെ പച്ചമണം മാറി ഉള്ളി ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരുന്ന മസാലപ്പൊടി എടുത്ത് ഇതിൽ തട്ടി നല്ല സൂപ്പറായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ലോ ഫ്ലെയിമിൽ വേണം ചെയ്യാൻ. അത് കഴിഞ്ഞ് നമ്മൾ കുക്കറിൽ ഇരിക്കുന്ന സ്റ്റോക്ക് വാട്ടറിൽ ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്യുക. 5 മിനിറ്റ് ആ ഗ്രേവി നല്ലോണം കുക്കായതിന് ശേഷം നമ്മൾ ഈ പന്നിക്കുട്ടനെ ഇതിലോട്ട് ഇറക്കി കൊടുക്കുക. അത് കഴിഞ്ഞ് ഈ പന്നിക്കുട്ടനെ ഈ നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന ഗ്രേവിയും കൂടെ നല്ലോണം മിക്സ് ചെയ്തൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഒരു 10 മിനിറ്റ് അതൊന്ന് സെറ്റ് ആയതിന് ശേഷം നമുക്ക് നമ്മളെ മസാലകളായ കുരുമുളക് പൊടി, പെരിഞ്ജീരകപ്പൊടിയും ഗരം മസാലയും ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതിന് ഇത് 10 മിനിറ്റ് ഒന്ന് നല്ലോണം കുക്ക് ചെയ്തെടുത്താൽ നമ്മളെ സംഭവം റെഡിയായി. ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണയിൽ കറിവേപ്പില ഇട്ട് ഒന്ന് വറുത്ത് കോരി ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത സംഭവം സൂപ്പറായി. ഞാൻ അത് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ നമ്മളെ റെസിപ്പി. നിങ്ങൾക്ക് ഇത് ഇഷ്ടമായ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്തിരിക്കണേ. ഇത് ഞാൻ നല്ല സൂപ്പർ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ, ബൈ ബൈ.